രാമായണ ആരംഭത്തിൽ മംഗളാചരണം ചെയ്ത് ഇഷ്ടദേവത സർവദേവത ഗുരുവന്ദനങ്ങൾ ചെയ്ത് നിർവിഘ്നമായ പരിസമാപ്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഗ്രന്ഥാരംഭം ചെയ്തു. 100 കോടി ഗ്രന്ഥങ്ങളോടുകൂടിയ ബ്രഹ്മവിരചിതമായ രാമായണം ബ്രഹ്മലോകത്തിലുണ്ട്. ആ മഹത്വപൂർണമായ രാമായണത്തിൻ്റെ അനുവാദമാണ് ഈ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പിന്നീട് ചെയ്യപ്പെട്ടതെന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മൾ ശ്രദ്ധിച്ചത്. അവിടെ രാമനാമത്തെ ജപിച്ച് പണ്ട് മഹർഷി പദത്തെ പ്രാപിച്ചു കാട്ടാളൻ. ഏതൊരു ദുർവൃത്തനായാലും പിടിച്ചുപറിക്കാരനായാലും ഇന്നലെ വരെ ഏത് വൃത്തിയിൽ കഴിഞ്ഞവനും ആകട്ടെ, അതെല്ലാം തീർത്തും മാറ്റി നിരന്തരമായ ഈശ്വരോപാസനയിലൂടെ അവന് മഹത്വത്തെ പ്രാപിക്കാം. മഹത്വത്തെ പ്രാപിക്കാം എന്ന് മാത്രമല്ല, മഹർഷി പദം വരെ ഉയരാം. ഒരാളും തന്നെ തള്ളപ്പെട്ടവരില്ല. ഇവിടെ ആരെയും നമുക്ക് എഴുതി തള്ളാൻ സാധ്യമല്ല. ഈയൊരു തത്വമാണ് പിടിച്ചുപറിക്കാരനായ കള്ളനായ കാട്ടാളൻ തപസ്സിലൂടെ മഹർഷി പദത്തെ പ്രാപിച്ച ആഖ്യാനം. ഇത് നമ്മുടെ അർഷമായിരിക്കുന്ന വീക്ഷണത്തെ ശരിക്ക് ബോധിപ്പിക്കുന്ന ഒരു ആഖ്യാനമാണ്. ജനസാമാന്യത്തിനൊക്കെ തന്നെ പ്രോത്സാഹനകരമാണ്. സ്വപരിശ്രമം കൊണ്ട് ആർക്കും ഉയരാം. മഹാന്മാരുടെ അനുഗ്രഹവും മാർഗദർശനവും കൂടി ഉണ്ടെങ്കിൽ ഏത് ഉയർച്ചയും ജീവിതത്തിൽ നേടാം എന്നുള്ളതിൻ്റെ നിദർശനമാണ് മഹർഷി പദവിയിലേക്ക് ഉയർന്ന കാട്ടാളൻ്റെ ചരിത്രം. ഏതായാലും ആ ഒരു മഹാമുനി അദ്ദേഹത്തെ കണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും മോക്ഷം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ മഹാരാമായണം ചമയ്ക്കാൻ നിർദ്ദേശിച്ചു. ഇത് വാൽമീകി രാമായണത്തിലുള്ള ഒരാഖ്യാനമാണ്. നേരത്തെ പറയുകയുണ്ടായി, അധ്യാത്മരാമായണം സംസ്കൃത ഭാഷയിലുള്ള മൂലത്തെ മലയാളത്തിലേക്ക് അനുവാദം ചെയ്യുകയാണ് എഴുത്തച്ഛൻ. എന്നാൽ ആ അനുവാദം അല്പം സ്വാതന്ത്ര്യം വിനിയോഗിച്ചുകൊണ്ടുള്ളതാണ് എന്ന് നേരത്തെ പറയുകയുണ്ടായിട്ടുണ്ട്. ചില ഭാഗങ്ങളൊക്കെ വാൽമീകി രാമായണത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ചില ഭാഗങ്ങൾ അധ്യാത്മരാമായണത്തിലുള്ളത് തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് എഴുത്തച്ഛൻ്റെ അനുവാദം. പ്രായേണ ഒരു 90-95% നേരെ അനുവാദം തന്നെയാണ്. അധ്യാത്മരാമായണം മൂലം അനുവാദം ചെയ്തിരിക്കുകയാണ്. എങ്കിലും അങ്ങിങ്ങ് ഇത്തരം സ്വാതന്ത്ര്യവും വിനിയോഗിച്ചിട്ടുണ്ട്. ഈ ഭാഗം, ഇപ്പം നമ്മൾ വായിക്കുന്ന ഭാഗം വാൽമീകീയ രാമായണത്തിൽ പ്രസിദ്ധമാണ്. അതായത് തപസ്വിയായ വാൽമീകി മഹർഷിയുടെ അരികിൽ തപസ്വിയും അങ്ങേയറ്റം മാഹാത്മ്യമുള്ളവനുമായ നാരദ മഹർഷി പ്രത്യക്ഷനായപ്പോൾ ആ നാരദ മഹർഷിയോട് വാൽമീകി സംശയങ്ങൾ ചോദിക്കുകയാണ്. ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ, സത്യസന്ധൻ, ധർമ്മിഷ്ഠൻ, സർവഗുണോപേതൻ ആര് എന്ന്. അതിന് മറുപടിയായിട്ടാണ് നാരദ മഹർഷി വാൽമീകി മഹർഷിക്ക് രാമചരിതം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ നാരദനാൽ ഉപദേശിക്കപ്പെട്ട രാമചരിതത്താൽ പ്രഭാവിതനായി തീർന്നു വാൽമീകി. ഉള്ളിലത് നിറഞ്ഞു രാമചരിതം. അങ്ങനെ ഉള്ളു നിറയെ രാമചരിതത്തിൻ്റെ അലകളുമായി സഞ്ചരിക്കുന്ന വാൽമീകിയിൽ നിന്നാണ് ഇണപക്ഷികളിലൊന്ന് വേടൻ്റെ അമ്പേറ്റ് വീണ അങ്ങേയറ്റം ദുഃഖകരമായ കാഴ്ച കണ്ട് ആ ശോകത്തിൽ നിന്ന് ശ്ലോകം ബഹിർഗമിച്ചത്.
ലോകത്തിലെ ആദ്യത്തെ ശ്ലോകം. വളരെ ഹൃദ്യമാണത്, സുന്ദരമാണ്. വാൽമീകി തന്നെ പറയുന്ന ക്രമത്തിൽ തന്ത്രീലയ സമന്വിതമാണ്. പാദബദ്ധോക്ഷരസമ, പാദബദ്ധമാണ്, അക്ഷരസമമാണ്, തന്ത്രീലയ സമന്വിതമാണ്. ആ ശ്ലോകത്തെക്കുറിച്ച് വിചാരം ചെയ്യാൻ തുടങ്ങി പിന്നീട് വാൽമീകി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷനാവുന്നതും നാരദൻ ഉപദേശിച്ച രാമചരിതത്തെ താങ്കൾ രചിച്ച ശ്ലോകത്തിനനുസൃതമായി അതേ രീതിയിലുള്ള ശ്ലോകങ്ങളിലൂടെ നിബന്ധിക്കാൻ കൽപ്പിച്ചത്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അനുജ്ഞയനുസരിച്ചാണ് വാൽമീകി രാമായണം രചിച്ചത്. ഈ വിഷയം വാൽമീകി രാമായണത്തിൽ വ്യക്തമായി വിശദമായി പറയപ്പെട്ടതാണ്. അതാണ് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നത്. ഭൂമിയിലുള്ള എല്ലാവർക്കും വേണ്ടി രാമായണം രചിക്കാൻ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചു. അതിനനുസരിച്ച് വാൽമീകി രചിച്ചു. എങ്ങനെയാണ് രചിച്ചത്? സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മാത്രമാണോ? ഒരിക്കലും അല്ല. അതാണ് പറയുന്നത്, വീണാപാണിയും ഉപദേശിച്ചു രാമായണം. വീണാപാണിയായ നാരദ മഹർഷി, നാരദനാണ് ആദ്യമായിട്ട് വാൽമീകിക്ക് രാമചരിതത്തെ ഉപദേശിക്കുന്നത്. അങ്ങനെ വീണാപാണിയും ഉപദേശിച്ചു എന്നല്ല, വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. സാക്ഷാൽ സരസ്വതി ദേവി പൂർണ്ണ അനുഗ്രഹ കലയായിട്ട് വാൽമീകിയുടെ നാവിൽ തന്നെ വസിച്ചു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം, നാരദ മഹർഷിയുടെ ആഖ്യാനം, സരസ്വതി ദേവിയുടെ അനുഗ്രഹം എല്ലാം കൂടി ചേർന്നപ്പോൾ വാൽമീകി മഹർഷിയിൽ നിന്ന് രാമായണമെന്ന ആദികാവ്യം, മഹത്തായ ആദ്യ ഇതിഹാസം ഭൂമിക്ക് ലഭിച്ചു, നമുക്ക് ലഭിച്ചു. അപ്പം അവിടെ വാണിയും വാൽമീകി തന്നാവിന്മേൽ വാണിയിടിനാൾ. സരസ്വതി ദേവി വാൽമീകി മഹർഷിയുടെ നാവിൽ വസിച്ചു. അങ്ങനെയാണ് വാൽമീകിയിൽ നിന്ന് ഇത്ര മഹത്തമമായ ഇതിഹാസം വന്നത്. എന്നിട്ട് ഇവിടെ കവി പ്രാർത്ഥിക്കുകയാണ്, വാണീട് കൗവണ്ണമെന്നാവിന്മേൽ ഏവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. അതേ പ്രകാരം എൻ്റെ നാവിലും വസിക്കണമേ സരസ്വതി. എപ്രകാരമാണോ വാൽമീകിയുടെ നാവിൽ സരസ്വതി വിളയാടിയത്, അതേപോലെ എൻ്റെ നാവിലും വസിക്കണേ എന്ന് ഹാർദമായി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ അതിൽ അന്തർഭവിച്ച ഒരു ദോഷം ചിന്തയിൽ വരികയാണ്. ഇത് വരികയാണോ? നാണക്കേടാണല്ലോ ഇത്. വാൽമീകിയുടെ നാവിൽ വസിച്ചതുപോലെ എൻ്റെ നാവിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു ദോഷമല്ലേ എന്നൊരു ചിന്ത ഉടനെ വന്നു. അത് ആ എളിമയിൽ നിന്ന്, വിനയത്തിൽ നിന്ന് വരുന്ന ചിന്തയാണ്. പക്ഷേ നാണമാകുന്നു എങ്കിൽ തന്നെയും അതിനെന്താവതിപ്പോൾ. ഉള്ളിൽ നിന്ന് കവിത തള്ളുകയാണ്. കവിത ഉള്ളിൽ നിറഞ്ഞ് പ്രകടമാവുന്നതിന് വെമ്പുകയാണ്. അങ്ങനെ ഉള്ളിലുള്ള കവിത, ഉള്ളിലുള്ള രാമചരിതം പ്രകടമാകാൻ വെമ്പുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുകയല്ലാതെ വഴിയില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നതിലൊട്ട് നാണമുണ്ട് താനും. ഈ ഒരു സന്നിഗ്ധമായ ഭാവത്തിൽ തൻ്റെ വിനയത്തെ കാണിച്ചുകൊണ്ട് വാൽമീകി തുടങ്ങിയ മഹാകവികൾക്ക് എങ്ങനെ സരസ്വതി പ്രസാദം ഉണ്ടായോ അതുപോലെ തന്നിലുണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് തുടർന്ന് രചന ചെയ്യുന്നത്.